താണ്ട വരുന്നത് നെഞ്ചത്തിട്ട് നോക്കിയ പടയ്ക്കാം എന്നാ വിട്ടു ഇത്രയേ ഉള്ളു ഗൈസ്. അമ്മമ്മ ചത്തു ഗൈസ്. സൗണ്ട് ആ ദാണ്ട എന്നാ പിടിച്ചാൽ മതി. പൊന്നമ്മച്ചി എന്ത് പറയാനാ ഒടുക്കത്തൊന്നും ചോദിച്ചു അമ്മച്ചി എൻ്റെ പൊന്നമ്മച്ചിയെ ഞാൻ ഇതൊന്ന് പോവാൻ കേട്ടോ. ആ ഇതൊന്നും നമുക്കൊരു വിഷയമല്ല ഫോറസ്റ്റ് ഒരു വിഷയമല്ല. ഈസിയായിട്ട് നമ്മളങ്ങനെ നമ്മളങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് എന്തായാലും ഡോർ എസ്കേപ്പാണ് ചെയ്യാൻ പോണ. അപ്പം നമ്മുടെ ചാനൽ റോഡ് ടു 400 സബ്സ്ക്രൈബറാണ്. നിങ്ങൾ വിചാരിച്ചാൽ പറ്റും കേസ്. സബ്സ്ക്രൈബ് അടി ഷെയർ അടിക്കാൻ കേസ്. അപ്പോൾ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 10 ലൈക്കാണ്. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടേക്കാം. ഓക്കെ എന്തായാലും നമ്മൾ എണീക്കുന്നുണ്ട്. ഡേ 1 ആണ് ഗൈസ്. എന്തായാലും നമ്മൾ ഒരു പ്രാവശ്യം പോലും ചാവാണ്ട് ഇതിൽ ഡോർ എസ്കേപ്പ് ചെയ്തിരിക്കും ഗൈസ്. ഓക്കെ നമ്മളാണ് കളിക്കുന്നത്. എന്തായാലും ചെയ്തിരിക്കും ഗൈസ്. ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഒന്നും കൂടി നമ്മളെ ഗ്രാനി അമ്മച്ചിയുടെ വീട്ടിൽ എണീക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും നേരെ ഈ വെയ്സിങ് എടുത്തിട്ട് നേരെ എറിയാൻ അമ്മച്ചി വരാനൊന്നും കാത്തിക്കണ്ട. നമുക്ക് എന്തായാലും ഇതിൽ കൂടെ ഒറ്റ മൈൻഡ് വേറെ ലെവൽ കളിച്ച് പോകാം ഗൈസ്. ഓക്കെ ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഓടുക്കേണ്ട പാർട്ട് അവിടെ ഉണ്ടായി. ഇവിടെ കൂടി അമ്മച്ചി വരുമെന്ന് എനിക്കൊരു ഡൗട്ടില്ല. അതില്ല ഓക്കെ നമുക്ക് എന്തായാലും സൗണ്ട് കേട്ടിട്ടുണ്ട്. അമ്മച്ചി എന്തായാലും വരുമെന്ന് നോക്കാം. ഇവിടെ കൂടി അമ്മച്ചി ഉണ്ട് ഓടിത്തള്ളിക്കോ ഗൈസ്. ഓക്കെ വേറൊന്നുമില്ല. പ്ലാൻ ബി ഒന്നുമില്ല, സി ഒന്നുമില്ല. ഓടിത്തള്ളിക്കോണം. ഈ വെയ്സിങ് എടുക്കാം ഗൈസ്. എന്നിട്ട് അമ്മച്ചീനെ ഒന്ന് പുകപ്പിക്കാം ഗൈസ്. ഓക്കെ നമുക്ക് നേരെ പുകപ്പിക്കുന്ന സ്ഥലത്തോട്ട് പോകാം ഗൈസ്. ഓക്കെ ഓടിത്തള്ളിക്കോ ഗൈസ്. ഓക്കെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നേരെ ഇതങ്ങ് തുറന്നിട്ട് ഇവിടെ അങ്ങ് ഇട്ടിട്ട് ഓടി വാതിലിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കാം ഗൈസ്. ഓക്കെ ഇനി അമ്മമ്മ തന്നെ ഗൈസ്. അമ്മമ്മ വരുമോ അതെ ആണ്ട അമ്മച്ചി വന്നി പാലും തേക്കൂല കാലമടത്തി കയറി പൊടി. ഓക്കെ അമ്മച്ചിയുടെ കാര്യം അങ്ങനെ സ്വാഹ ആയിട്ടുണ്ട്. നമുക്ക് നേരെ വെപ്പണിക്ക് എടുത്തിട്ട് വെപ്പണിക്ക് തുറക്കാൻ പോകണം ഗൈസ്. ഓക്കെ വെപ്പണിക്ക് തുറക്കണതിന് മുമ്പ് നമുക്ക് അല്ലെങ്കിൽ ഗൈസ് വേണ്ട. നമുക്ക് എന്തായാലും കോഡ് എടുക്കാം ഗൈസ്. ഓക്കെ കോഡ് എടുത്തിട്ട് ആദ്യം ഡോറിൽ കൊണ്ട് ഉപയോഗിക്കുക. അതാണ് നല്ലത് ഗൈസ്. വെറുതെ തിരിച്ചാവണം. വെപ്പണിക്ക് അവിടെ ഉണ്ട് ഗൈസ്. ഓക്കെ ഞാൻ ഗ്ലിച്ചടിച്ച് പോയെന്ന്. എന്തായാലും നമുക്ക് നേരെ കോഡ് കൊണ്ട് ഉപയോഗിക്കണം ഗൈസ്. ഇവിടെ ഒന്നും ഗ്രാനില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഗൈസ്. ഓക്കെ ഒരു സീനില്ല. നമുക്ക് ഈ ഡോറങ്ങ് അടക്കാം. അയ്യോ ഗൈസ് ഇതിലാണ്. ഓക്കെ കോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഗൈസ് കുറച്ച് സാധനങ്ങൾ കൂടി നമുക്ക് മതി. എളുപ്പമായിട്ട് കിട്ടും ഗൈസ്. എന്തായാലും നമ്മൾ എളുപ്പമായിട്ട് കിട്ടിയിരിക്കും. എന്തായാലും കയറി തപ്പണം ഗൈസ്. ഓക്കെ ഇനി നമുക്ക് ഇതുവഴി അങ്ങ് പോവാം. ഇതുവഴി അങ്ങ് പോയി നേരെ വെപ്പൺ കീ എടുത്തങ്ങ് തുറക്കാം. വേറെ ഒരു പരിപാടിയില്ല. സിമ്പിൾ പരിപാടി ഗൈസ്. ഓക്കെ ബുക്ക് കണ്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഏഞ്ചലിനെ കൊടുക്കണം ഗൈസ്. എന്തായാലും ഇത് എടുത്തിട്ട് നമുക്ക് തക്കങ്ങ് പൊളിച്ചിട്ട് നേരെ സ്ക്രൂ ഡ്രൈവർ തല്ലിപ്പൊളിച്ച് തരണം ഗൈസ്. ഓക്കെ നമ്മുടെ ഉന്നം പിന്നെ അറിയാമല്ലോ. എന്തായാലും കൊള്ളും ഗൈസ്. അത്രയേ ഉള്ളൂ ഗൈസ്. സ്ക്രൂ ഡ്രൈവർ ഇങ്ങ് എടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ഇതും കൊണ്ട് സ്ക്രൂ ഡ്രൈവർ കളിക്കുന്ന സ്ഥലത്തോട്ട് എന്തായിരിക്കും എന്നറിയില്ല ഗൈസ്. തുറന്ന് തന്നെ നോക്കണം ഗൈസ്. നമുക്ക് തുറന്ന് നോക്കാം. 1 ഗൈസ് 1 2 പാഡ്ലോക്ക് ചെയ്യാനായിട്ടിരിക്കുന്ന കുത്തുക്കളെ നേരെ പാഡ്ലോക്ക് യൂസ് ചെയ്യാം ഗൈസ്. പക്ഷെ ഗ്രാനി ഉണ്ടാവുന്നൊരു സംശയമുണ്ട് ഗൈസ്. അതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ നോക്കിയിരിക്കാം. ഗ്രാനി വരുമോ എന്ന് അറിയില്ല ഗൈസ്. നമുക്ക് ഇവിടെ എന്തായാലും ഒന്ന് സൗണ്ട് ഉണ്ടാക്കാം. എന്നിട്ട് നേരെ പാഡ്ലോക്ക് പോയി യൂസ് ചെയ്യാം ഗൈസ്. എന്തായാലും ഗ്രാനി അങ്ങോട്ട് പോയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഗൈസ്. പോയിട്ടുണ്ടാവണം ഗൈസ്. നമുക്ക് നേരെ അങ്ങ് ഇറങ്ങാം. ഒറ്റ മൈൻഡ് വേറെ ലെവൽ ഒന്നുമില്ല ഗൈസ്. ഓക്കെ പോയിട്ടുണ്ട്. അമ്മച്ചി പോയിട്ടുണ്ട്. അതിനും പക്ഷേ നമുക്ക് കൊല്ലണം ഗൈസ്. അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല. ഡാർട്ടിങ് എടുക്കാം. അമ്മച്ചി എവിടെ? കമോൺ ചേട്ടാ. ദാണ്ട വരുന്നത് നെഞ്ചത്തിട്ട് നോക്കിയ പടയ്ക്കാം എന്നാ പിടിച്ചോ. ഇത്രയേ ഉള്ളു ഗൈസ്. അമ്മമ്മ ചത്തു ഗൈസ്. ഓക്കെ ഇനി നമുക്ക് നേരെ പാഡ്ലോക്ക് അങ്ങ് എടുത്ത് യൂസ് ആക്കാം. ഓക്കെ സെറ്റാണ് മച്ചാൻ വരെ. പാഡ്ലോക്ക് ഉണ്ട്. ഇനി നമുക്ക് ആ കട്ടിംഗ് പ്ലേസ് വെച്ച് അല്ലെങ്കിൽ ചെയിൻ കട്ട് വെച്ച് മുറിക്കുക. 2 മുറിക്കുക. എന്നിട്ട് ഹാമർ വെച്ച് അങ്ങ് പൊട്ടിക്കുക. മാസ്റ്റർ കീ എടുക്കുക. കള്ളോക്കുക. അത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. എന്തായാലും നമ്മൾ എസ്കേപ്പ് ആകും ഗൈസ്. നമുക്കറിയാമല്ലോ നമ്മൾ ഒരു ഡേ പോലും ചാവാണ്ട് എസ്കേപ്പ് ആയി ഗൈസ്. നമുക്ക് അതിന് മുമ്പ് നമുക്കതൊന്ന് ഉന്നപ്പിച്ച് പൊട്ടിക്കണം. പിടിച്ചു. ഓക്കെ അതിനുള്ളിൽ ഹാമർ ഉണ്ട് ഗൈസ്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് കണ്ട് ഗൈസ്. ഹാമർ ഉണ്ട്. നമുക്ക് നേരെ ഹാമറിങ് എടുക്കാം. നേരെ ഇവിടെ നോക്കാം. ഗൈസ് റിമോട്ട് കൺട്രോൾ അത് പെട്ടെന്ന് വലിയ ആവശ്യമൊന്നുമില്ല. ഗൈസ് അറിയാണ്ട് ഞാൻ എന്തിനാ അതൊക്കെ പൊളിച്ചേ? മെയിൻ ഡോറിലല്ലേ പൊളിക്കണ്ടേ ഗൈസ്. എന്തായാലും നമുക്ക് ഇതും കൊണ്ട് എങ്ങനെയും മെയിൻ ഡോറിൽ ഗൈസ്. ഓക്കെ നമ്മൾ മെയിൻ ഡോറിൽ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതങ്ങ് പൊളിച്ച് വിടാം. ഓക്കെ ഗൈസ് ഹാമറിൻ്റെ പരിപാടിയും തീർന്നിട്ടുണ്ട്. ഇനി ഇത് ആവശ്യമില്ല ഗൈസ്. നമുക്ക് ഇത് ഇവിടെ എവിടെയെങ്കിലും ഇട്ടേക്കാം ഗൈസ്. ഇതിൻ്റെ ആവശ്യമേ വരുന്നില്ല. നമുക്ക് ബാക്ക് യാർഡിലോട്ട് പോകാം ഗൈസ്. എന്തായാലും ബാക്ക് യാർഡിലോട്ട് പോയിട്ട് നമുക്ക് ചെടി വളത്തിൻ്റെ റൂമിലോട്ട് ഒന്നും കൂടി ചാടണം ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഗ്രാനിനെ ഒന്ന് പൂശാനുണ്ട് ഗൈസ്. ഗ്രാനിനെ പൂശിയിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടി.
ഓക്കെ ഗ്രാനിനെ പുഷ് വേണ്ടി ക്രോസ് ബോ എടുക്കാം. എടുക്കങ്ങോട്ട് എടുക്ക്. ഓക്കെ എടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും ഗ്രാനിനെ വിളിച്ചു വരുത്തണം. അതാണ് അടുത്ത പണി. ഇവിടെക്കാണ് ക്രീക്കിംഗ് ഫോറസ്റ്റ് സൗണ്ട് ഉണ്ടാക്കാം. ദാണ്ട എന്നാ അടിച്ചാൽ മതി. എൻ്റെ പൊന്നമ്മച്ചി എന്ത് പറയാനാ, ഒടുക്കത്തുഞ്ഞോയിപ്പോയി. ഓക്കെ അമ്മച്ചി അങ്ങ് ബടിയായി ഗൈസ്. ഓക്കെ നമുക്ക് ഇനി ഏഞ്ചലീനൊക്കെ കൊണ്ട് ബുക്ക് അങ്ങ് കൊടുക്കാം. അതിൽ പഠിപ്പ് വിഷമിച്ചിരിക്കും. സ്പൈഡർക്ക് തുപ്പുണ്ട് ഗൈസ്. ഇതങ്ങ് കൊടുക്കാം ഗൈസ്. നമുക്ക് നേരെ പോയി ലിവർ അങ്ങ് അമർത്താം. ലിവർ എവിടെ? യെസ് കിട്ടിയിരിക്കുന്നു ഗൈസ്. നമുക്ക് നേരെ ഇവിടെ വെക്കാം. ഓടി തള്ളിക്കോ ഗൈസ്. ഓക്കെ വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്കിനി അടിയിൽ പോയിട്ട് ചെയിൻ കട്ടർ എടുക്കണം ഗൈസ്. ചെയിൻ കട്ടർ ഇവിടെയാണുള്ളത്. നേരെ ഇതെടുത്തിട്ട് നമുക്ക് 2 വയറ് മുറിക്കാനുണ്ട് ഗൈസ്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ വയറ് മുറിക്കാം ഗൈസ്. ഓക്കെ ഗ്രാനി അങ്ങനെ ഉണ്ടാ ഗൈസ്? ഇല്ല ഗൈസ്, എന്തായാലും ഉണ്ടാവില്ല. ഇതങ്ങ് മാറ്റുക, പൊളിക്കുക ഗൈസ്. ഓട്ടിക്കോ ഗൈസ്. ഗ്രാനി വരെ സാധ്യത ഉണ്ടെന്ന് തോന്നണം ഗൈസ്. ഇല്ലെന്നാ തോന്നണ ഗൈസ്. നമുക്ക് നേരെ ഇറങ്ങാം ഗൈസ്. ഒരു സീനും ഇല്ല. വേണ്ട ഗൈസ്, നമുക്ക് തട്ടി മറിച്ചിട്ടായിട്ട് വിട്ടിരിക്കാം. ഗ്രാനി വരുമെന്ന് നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ് ഗ്രാനി എന്തായാലും അവിടെ വന്നിട്ടുണ്ട്. നമ്മളെ തള്ള കണ്ടില്ല ഗൈസ്. അല്ലെങ്കിൽ മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറഞ്ഞിട്ടാണ് മ്യൂസിക്. നമുക്ക് ഇവിടെ സൗണ്ട് ഉണ്ടാക്കാം ഗൈസ്. ചെയിൻ കട്ടർ വെച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അമ്മമാരെ എന്തായാലും അമ്മച്ചി ഇങ്ങോട്ട് തന്നെ തന്ത്രപ്പാടിലായിരിക്കും. നമുക്ക് നേരെ പോയി മറ്റേ ഇത് മുറിക്കണം ഗൈസ്. ഒന്നുമില്ല, ഒരു പേടിയില്ല, ഒരു സീനും ഇല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ മുറിക്കാം. ഓക്കെ 2 എണ്ണം മുറിച്ചിട്ടുണ്ട്. സെറ്റാണ്. ഇതങ്ങ് കിടക്കാം. ഇനി നമുക്ക് നേരെ ഒന്നും ചെയ്യില്ല. അമ്മച്ചിനെ പൂശുക, സിവറിലോട്ട് ഇറങ്ങാം ഗൈസ്. അമ്മച്ചി വരുമെന്ന് നോക്കാം ഗൈസ്. അമ്മച്ചാണെങ്കിൽ വരണമില്ല ഗൈസ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ അതാണ്ട വരുന്നു ബ്ലൗസൊക്കെ ഇട്ട്. അമ്മച്ചിക്ക് ബുദ്ധിയാളോട് തല മുഴുവനും മുടിയാ ഗൈസ്. ഇവിടെ വെക്കാം. അമ്മച്ചിയുടെ കാര്യം ഗോവിന്ദേട്ടുണ്ട് ഒന്നും കൂടി. ഓക്കെ ഇനി നമുക്ക് നേരെ അങ്ങ് പോകാം ഗൈസ്. കാര്യം തന്നെ സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഇടണം ഗൈസ്. സ്ക്രൂ ഡ്രൈവർ പൊളിച്ച് നോക്കാം സിവറിൽ പോയിട്ട് എന്താ ഉള്ളതെന്ന്. നേരെ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നമുക്ക് ആ സിവറിൻ്റെ അവിടെ കൊണ്ട് ഇടണം ഗൈസ്. അതാണ് ഇനിയുള്ള പണി. ഡോറും അടച്ചേക്കണം ഗൈസ്. നമുക്ക് സിവറിനെ അവിടെ കൊണ്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ പോയിട്ട് ക്രോസ് ബോ എടുത്തിട്ട് അമ്മച്ചീനെ അലക്കണം ഗൈസ്. അപ്പം അമ്മച്ചിക്കൊരു സർപ്രൈസ് അറ്റാക്ക് നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാം. ദാണ്ട വരുന്നത് എന്നാ അടിച്ചാൽ മതി. ഓക്കെ അമ്മച്ചിയുടെ പൊളിഞ്ഞിട്ടുണ്ട് ഗൈസ്. കൊടുത്തിട്ടുണ്ട്. എന്ത് നീ സ്റ്റാച്ചുവാ? ഓക്കെ എന്തായാലും ചത്ത് ഗൈസ്. അമ്മച്ചി പടി. ഇനി നേരെ അങ്ങ് പോവാം. സ്പൈഡർ കിങ് എടുത്തിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് ഇതുവഴി ചാടാം. ചാടിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇനി സിവറിലോട്ട് പോവാണ് ഗൈസ്. ഓക്കെ സിവറിലോട്ട് പോകാണ്ട് ഇനി വേറെ കളികളില്ല. എന്തായാലും ചാടിക്കോളുക. ഓക്കെ ഇതങ്ങ് കൊടുക്കാം. സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നേരെ ഒരു ചാട്ടം. ഒരു സീനുമില്ല, വെറുതെ സിമ്പിൾ പരിപാടി ഗൈസ്. എന്തായാലും നമ്മൾ എസ്കേപ്പ് ആയിരിക്കും. ഓക്കെ ഇതുവഴി ഗൈസ് ക്ലിച്ച്. ഓക്കെ ഇവിടെ ചെസ്റ്റ് നമ്പറൊന്നും കാണുന്നില്ല. എന്തായാലും നമുക്ക് പോവാം. അമ്മച്ചിയാണെങ്കിൽ അങ്ങോട്ട് പാഞ്ഞു പോയിട്ടില്ല. നേരെ പോവാം ഗൈസ്. നേരെ പോകണേക്ക് സേഫ്. സേഫ് അത് തന്നെയാണ് ഗൈസ്. അമ്മച്ചി അങ്ങോട്ടാണ് വൈകുന്നത്. നമുക്ക് ഇതങ്ങ് പൊളിച്ച് നോക്കാം എന്തായിരിക്കും നോക്കാം ഗൈസ്. ഓക്കെ കുറേ എല്ലാം പൊളിച്ചിട്ടുണ്ട്. ഗൈസ് മാസ്റ്റർ കീ കിട്ടി. നമുക്ക് എന്തായാലും കളി കേൾക്കണം ഗൈസ്. എന്തായാലും നമ്മൾ ജയിച്ചിട്ട് നമുക്ക് ഈ മാസ്റ്റർ കീ കൊണ്ട് ഓടാം ഗൈസ്. ഇവിടെ ആരുമില്ലെന്ന് എനിക്ക് തോന്നണേ. നമുക്ക് നൈസായിട്ടങ്ങ് പോവാം. അടക്കാം ഗൈസ്. അമ്മച്ചി, എൻ്റെ പൊന്നമ്മച്ചിയേ, ഞാനിവിടെ ഇല്ല. ഞാനിവിടെ ഇല്ല കേട്ടോ. ഇറങ്ങിപ്പോ. ഇപ്പോൾ അമ്മച്ചി പോകുന്നുണ്ട്. നമ്മുടെ ചാൻസാണ് ഗൈസ്. അമ്മച്ചി ഓപ്പോസിറ്റ് സൈഡിലോട്ടാണെന്ന് താവാണ് ഗൈസ്. ആണാണ്. പെട്ടെന്ന് ഓട്ടിക്കോ പ്രേമ. ഓട്. ഓക്കെ നമ്മളാണ് കളിക്കുന്നത്, വേറെ ആരുമില്ല. നമ്മൾ എന്തായാലും എസ്കേപ്പ് ആയിരിക്കും ഗൈസ്. നമുക്ക് സാധനം കൊണ്ടങ്ങ് പോവാം ഗൈസ്. ഒരു സീനും ഇല്ല, സിമ്പിള് പരിപാടിയാണ്. നമ്മങ്ങനെ ഗ്രാനിയുടെ വീട്ടിനോട് രണ്ടാമതായിട്ട് വിട പറയുകയാണ്. അപ്പോൾ ഗൈസ് ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ഉണ്ട്, സിവർ എസ്കേപ്പ് കാണാത്തവർ കാണുക കേട്ടോ. അപ്പോൾ നമ്മളിതങ്ങ് പോവാൻ കേട്ടോ. ഇതൊന്നും നമുക്കൊരു വിഷയമല്ല ഗൈസ്. ഡോർ എസ്കേപ്പ് ഒന്നും ഒരു വിഷയമല്ല. ഈസി ആയിട്ട് നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അമ്മച്ചിയുടെ വീട്ടിൽ ഒരു മോദനം കിട്ടി ഗൈസ്. താണ്ടിരിക്കുന്നു അമ്മച്ചി പല്ലിയേക്കാണ്. പോതള്ളി അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും ഇനി പല്ലിയേക്കണേ. ഇതാ എൻ്റെ ആയിട്ടുണ്ട് ഗൈസ്. ഇതൊന്നും ചാനൽ ആയിട്ടായിരുന്നു കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്തത് കാർ എസ്കേപ്പായിട്ട് വരുന്നതായിരിക്കും. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ.